ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഓണം വ്ളോഗ്. ഇന്ന് നമുക്ക് എന്റെ കുഞ്ഞു കുഞ്ഞു ഓണം വിശേഷങ്ങളെല്ലാം നോക്കാം. ഞാൻ ഈ വീഡിയോ എന്തായാലും ഓണം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഓണം വിശേഷങ്ങൾ നമുക്കിത് നോക്കാം. ഫസ്റ്റ് ഞാൻ എന്റെ ഈ ഡ്രസ്സ് പറഞ്ഞുതരാം. ഇതൊരു ധാവണി. ഈ ധാവണിയാണ് ഇന്ന് ഞാൻ ഓണത്തിന് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഈ ധാവണി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. എന്റെ അച്ഛമ്മേന്റെ സാരി കൊണ്ട് ഞാൻ അടിച്ച ധാവണിയാണ് കേട്ടോ. അച്ഛമ്മ ഇപ്പൊ ജീവനോടെ ഇല്ല, അച്ഛമ്മ മരിച്ചുപോയി. അച്ഛമ്മേന്റെ ഒരു അടിപൊളി സാരി ആയിരുന്നു ഇത്. നല്ല രസമാണ്, ഈ കളർ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ധാവണി അടിച്ചത്. എനിക്ക് ഈ ധാവണി എടുത്തപ്പോൾ ഭയങ്കര വിഷമല്ലായി. കാരണം അമ്മമ്മേന്റെ ആ ഒരു മണമുണ്ട് ഇപ്പോഴും ഈ ഒരു സാരിക്ക്. അമ്മമ്മേന്റെ ഷെൽഫിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഇട്ടതാണ്. ഇത് അലക്കാണ്ടല്ലോ. അപ്പൊ ആ ഒരു മണം എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു സാരിക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓണത്തിന്റെ ഓരോരോ വിശേഷങ്ങൾ കാണാം. എൻ്റെ കണ്ണ് കുറച്ച് വീങ്ങിയിട്ട് കാണുന്നുണ്ടാ നിങ്ങൾ? ഇന്ന് പുലർച്ചെ 5 മണി വരെ പൂവിട്ടിട്ട് കണ്ണെല്ലാം വീങ്ങി ബത്തക്ക പോലെ ആയി ഗൈസ് എൻ്റെത്. ഈ കുറച്ച് സമയം ആയിട്ടുള്ള ഉറങ്ങിയിട്ട് ഇപ്പം എണീച്ച് ഇപ്പം നമ്മൾ ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ പൂവിടുന്നതിന്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ പൂക്കളത്തിന്റെ എന്തൊക്കെയൊക്കെയോ വിചാരിച്ചിട്ട് ഞാൻ എന്തെല്ലോ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഓണത്തിന്റെ എൻറ്റയർ ഡേ നമ്മൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഇന്ന് കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റിന്റെ ഫുൾ ലുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മൾ ഓണം വീഡിയോയിലേക്ക് പോകാം. തലേന്ന് ടൗണെല്ലാം തെണ്ടിയ ഒരു ലോഡ് പൂവായിട്ട് നമ്മൾ വന്ന്. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അതെല്ലാം തൊല്ലി സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. രാവിലെ തന്നെ ഉറങ്ങിയാണിക്കല ടാസ്ക് ആണ്. ഏകദേശം ഒരു 11:30 ആയിന് നമ്മൾ ഈ ഒരു പരിപാടിക്ക് പുറപ്പെടുമ്പോൾ. ഇവരെ ഞാൻ പൂതെല്ലാം ഏൽപ്പിച്ച് ഞാൻ കളം വരക്കാന്ന് പറഞ്ഞു. കാരണം അതായിരിക്കും ഈസി എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും വരച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആകെപ്പാടങ്ങ് മടുത്ത് കുറേ ഡിസൈൻ നോക്കി. അവസാനം എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ ഈ ഒരു സിമ്പിൾ ഡിസൈൻ വരച്ചു വെച്ചു. ആ നടുവിലത്തേത് കാണുമ്പോൾ ഗണപതിയായിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഒരു 3 മണിയെല്ലാം ആയപ്പോൾ എന്റെ കണ്ണെല്ലാം അടയാൻ തുടങ്ങി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. കാരണം നമ്മൾ ഇപ്പൊ പൂവിടാണ്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഉറങ്ങി എണീക്കണം. അതിനേക്കാളും നല്ലത് ഇപ്പൊ ഇട്ടിട്ട് തന്നെ കിടന്നുറങ്ങുന്നതാന്ന്. രാവിലെ തന്നെ ഉറങ്ങി എണീച്ച് കുളിച്ചിട്ട് പൂവിടുന്നതാണ് ഐശ്വര്യമെങ്കിലും അത്രപാട് ഐശ്വര്യം താങ്ങാനുള്ള ശേഷി അപ്പൊ നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പൂവ് അവസാനിപ്പിച്ചത്. ഇനി ഞാൻ ഒരു സത്യസന്ധമായ കാര്യം പറയാം. നമുക്ക് ആർക്കും ആ പൂക്കളം വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എന്തെല്ലോ തട്ടിക്കൂട്ടി ഉറക്കപ്പിച്ചിൽ നമ്മൾ ഇട്ടതാണ്. ഇനി രാവിലെ എണീച്ചിട്ട് ബാക്കി ഇടാന്നുള്ള പ്ലാനിൽ 4:30 ആയപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി. ബെഡ് കണ്ട അപ്പടെ കണ്ണും പൂട്ടി ഉറങ്ങുന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിന് ഗൈസ്. എന്നാ പിന്നെ പോയിട്ട് കിടന്നുറങ്ങണം. ഞാനൊരു 10 മണിയാകുമ്പോൾ ഉറങ്ങി എണീച്ച് താഴെ വരുമ്പോണ്ട് എന്റെ ചേച്ചി ഇതുപോലെ ഹോളിൽ പൂക്കളം സെറ്റ് ആക്കിയിട്ട് അഭിമാനം തോന്നിപ്പോയി ഗൈസ് എനിക്ക് അവളോട്. ഈ വീട്ടിൽ ഇന്നലെ തുടങ്ങിയ പൂവിടലാണ്. ഇതുവരെ ഇതിനൊരു അവസാനമായിട്ടില്ല. സമയം ഇപ്പോൾ 11 മണി. പൂവിടൽ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഗൈസ്. സംഭവം നമുക്ക് തലേദിവസം രാത്രി ഇട്ട പൂവ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു ലോഡ് പൂവ് ബാക്കി ഉണ്ടായിന്. അത്രക്കാണ് ബാർഗെയിൻ ചെയ്ത് പൂവ് വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഹോളിലും കോനായിക്കും പുറത്തും എല്ലായിട്ട് 3 പൂക്കളം. അത് കഴിഞ്ഞിട്ട് മൂത്തേനൊക്കെ പിന്നെ ഒരു പൂക്കളം. അങ്ങനെ 4 പൂക്കളം നിർത്തിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ജാവിയാണെങ്കിൽ ഇറങ്ങിയെന്ന് പൂക്കളം 2 മിനിറ്റ് നോക്കി. പിന്നെ അത് മൈൻഡാക്കാണ്ട് അവന്റെ കളിയിലേക്ക് പോയി ഗൈസ്. ഉച്ചക്ക് നമുക്ക് ആവോലി പൊരിച്ച് അയക്കുറ പൊരിച്ച് അങ്ങനെ കുറെ നോൺ വെജ് ഐറ്റംസ് ആണ് ഉണ്ടായത്. സദ്യ നെഹിഹെ ഫുഡും കഴിച്ച് ഞാൻ നേരെ സാവിനെ കുളിച്ച് റെഡിയാക്കി. സാവിന്റെ ഫോട്ടോ എടുക്കണം, അമ്പലത്തിൽ പോകണം, കുറേ പരിപാടി ഉണ്ട്. ഓണത്തിന് അന്ന് രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് ഞാൻ അവന് പുതിയ കുപ്പായിട്ട് എടുത്തു. പക്ഷെ ഓണത്തിന് അവനെ കുളിപ്പിച്ചിട്ട് കുപ്പായിട്ട് എടുക്കുമ്പോൾ വൈകുന്നേരമായി പോയി. പിന്നെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തതിന്റെ അമ്പലത്തിലേക്ക് പോയേട്ടാ. ഞാൻ ഈ ഒരു ധാവണിയാണ് എടുത്തത്. ഞാൻ ആദ്യം കാണിച്ച ധാവണിയില്ലേ വീഡിയോന്റെ ഫസ്റ്റില്, അത്. ഈ ഒരു ധാവണി എടുത്തിട്ട് എനിക്ക് എന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് റീൽസ് വീഡിയോ എല്ലാം വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് അത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കിടിലം പോലത്തെ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ എത്ര ടൈം എടുത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ഇട്ടേന്ന് ആലോചിച്ചു. അത്രക്കും അടിപൊളിയാണ് ഒരു പൂക്കളം. അങ്ങനെ പിന്നെ പൂക്കളത്തിൻ്റെ അടുത്തെല്ലാം കുറേ ഫോട്ടോ എടുത്ത് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കല്ല ഇനി നമ്മൾ നേരെ പോകുന്നത് മന്തി വാങ്ങാനാണ് ഗൈസ്. തലേ ദിവസം ക്ലബ്ബിൽ സദ്യ ഉണ്ടായിന്. അതുകൊണ്ട് ഓണത്തിന് നിന്ന് സദ്യ വേണ്ട, ഫുള്ള് നോൺ വെജ് ആക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഒരു മന്തി എൻ്റെ ട്രീറ്റാണ് കേട്ടോ. എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ വക എൻ്റെ ഫാമിലിക്കുള്ള ഒരു ട്രീറ്റ് ആണ്. നമ്മൾ നേരെ സൗദി ഷവായയിലേക്കാണ് പോയത്. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടണം. ഇവിടുത്തെ മന്തിക്ക് നല്ല ഹൈപ്പ് ഉണ്ട്. അത് അടുത്ത തിരക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അൺലിമിറ്റഡ് റൈസും കിട്ടും. നല്ല കിഡിലും ടേസ്റ്റാന്ന് പറഞ്ഞു കേട്ടിന്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാനും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. ആൾക്കാരിലൊരു ഡൈനിങ് കിട്ടാൻ വേണ്ടി അവിടെ തിരക്കാണ് ഗൈസ്. മന്തി വാങ്ങിയിട്ട് വീട്ടിൽ പോയി തിന്നുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിന്. കാശുകൂട്ടൻ്റെ ഒരു മത്സരത്തിന്, അതായത് ക്ലബ്ബിൽ പരിപാടി ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഓണാഘോഷ പരിപാടിയെല്ലാം, അതിൻ്റെ ഒരു സമ്മാനം വാങ്ങാനുണ്ടായിന് അവന്. അങ്ങനെ അതും വാങ്ങിയിട്ട് തന്നെ വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. എല്ലോ പരിപാടി ഉണ്ടായിന് കേട്ടോ ആടാ. പക്ഷെ അതൊന്നും കാണാനുള്ള മൂഡ് നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം വീട്ടിൽ മന്തി ഉണ്ട്, അത് തണിഞ്ഞു പോകുന്നതിന് മുമ്പ് തിന്നണ്ടേ. മന്തിന്റെ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ റൈസിന്റെയോ മസാലിന്റെ എല്ലാം മണം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെന്തുകൊണ്ടാണ് അത്രയും ആൾ തിരക്കുന്നത്. ആ മണം കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയായി എനിക്ക്. ഈ കാണുന്ന കുഞ്ചിക്കൈയില്ലേ,
കണ്ടില്ലേ, ഇതെന്റെ സാബി ബേബിന്റെയാണ്. മന്തിനെ മണം കേട്ടിട്ട് അപ്പുറത്തന്നേ ഓടി വന്നതാണ് അവൻ. നമ്മള് 2 ഫുൾ മന്തിയാണ് വാങ്ങിയത്. ആ 2 ഫുൾ മന്തിനെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി. തലേ ദിവസം സദ്യ വെട്ടി വിഴുങ്ങിയതുകൊണ്ട് ഇന്ന് നോൺ വെജ് ആയത് നന്നായി എന്ന് നമുക്ക് തോന്നി. അങ്ങനെ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ആ മന്തി നല്ല ആസ്വദിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ പറയുന്നൊന്നുമല്ല, നല്ല അടിപൊളിയായിരുന്നു. അതിന്റെ ഇടയിൽ കിങ്ങൂസ് വീഡിയോ കോൾ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എവിടെയല്ലോ പുറത്തെല്ലാം പോകണമെന്ന് പ്ലാൻ ആക്കിയതിന് പക്ഷെ ഒന്നും നടന്നിട്ടില്ല. നമ്മളിങ്ങനെ വെറുതെ ഇരുന്നും കിടന്നും നേരം കൂട്ടിയോണ്ട് ഒന്നും നടന്നില്ല. പോയി പോയി ടാറ്റാ. ഇത്രയൊക്കെയാണ് എൻ്റെ ഓണം വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയാണോ എന്നെല്ലാം കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ശരി ഗൈസ്, ബൈ.